മാസ്ക് ഗെയിനർ കഴിച്ചിട്ട് മാസാവാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രോ ബോഡി ബിൽഡേഴ്സിനും ഈ മാസ്ക് ഗെയിനർ മേടിച്ച് കഴിച്ചാൽ പോരെ? നിങ്ങൾ ഇവരോടൊക്കെ ഒന്ന് ചോദിച്ചേക്ക്, നിങ്ങൾ ചേട്ടാ നിങ്ങൾ മാസ്ക് ഗെയിനർ കഴിച്ചിട്ടാണോ കോമ്പറ്റീഷൻ ഇറങ്ങുന്നത്? ക്രിസ് ബംസ്റ്റഡ്, കനേഡിയൻ ബോഡി ബിൽഡർ, 6 times മിസ്റ്റർ ഒളിമ്പ്യ. പുള്ളി കാപ്സ് കിട്ടാനായിട്ട് കഴിക്കുന്നത് നമ്മളുടെ സ്വന്തം ബസ്മതി റൈസ് ആണ്, മാസ്ക് ഗെയിനർ അല്ല. $multi-million സെയിൽസ് ആണ് ഓരോ വർഷവും ഇന്ത്യയിൽ വിറ്റഴിക്കപ്പെടുന്ന മാസ്ക് ഗെയിനേഴ്സിനുള്ളത്. One of the most popular and one of the most selling supplement in Indian fitness industry. എന്തുകൊണ്ടാണ് എല്ലാവർക്കും പ്രിയങ്കരമായിട്ടുള്ള ഒരു സപ്ലിമെന്റ് ആയിട്ട് മാസ്ക് ഗെയിനർ ആയിത്തീരുന്നത്? ശരിക്കും മാസ്ക് ഗെയിനർ എന്തിനുള്ളതാണ്? മാസ്ക് ഗെയിനർ കഴിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാം, സൈസ് ആവാം, മസിൽസ് ബിൽഡ് ചെയ്യാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ആൾക്കാർ ഇത് മേടിച്ച് കഴിക്കുന്നത്, എസ്പെഷ്യലി ടീനേജേഴ്സ്. ശരീരം മെലിഞ്ഞിരിക്കുന്നതിന്റെ പേരിൽ ബുള്ളിങ് നേരിടുന്ന അല്ലെങ്കിൽ വളരെയധികം അപകർഷതാബോധം അനുഭവപ്പെടുന്ന ടീനേജ് കുട്ടികൾ, സ്കൂൾ കുട്ടികൾ, കോളേജ് കുട്ടികളൊക്കെയാണ് ഈ ഒരു മാസ്ക് ഗെയിനർ മാർക്കറ്റിന്റെ ഏറ്റവും വലിയ ഒരു ടാർഗറ്റ് കസ്റ്റമേഴ്സ്. ശരിക്കും മാസ്ക് ഗെയിനേഴ്സ് കഴിക്കുമ്പോൾ നിങ്ങൾ മസ്കുലർ ആവുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ മാസ് പുട്ട് ഓൺ ചെയ്യുന്നുണ്ടോ, മസിൽസ് ബിൽഡ് ചെയ്യാനായിട്ട് മാസ്ക് ഗെയിനർ ഹെൽപ്ഫുൾ ആവുന്നുണ്ടോ, അതോ ഈസ് ഇറ്റ് ജസ്റ്റ് എ സ്കാം? അത് മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഷുഡ് ടേക്ക് എ ക്ലോസ് ലുക്ക് അറ്റ് മാസ്ക് ഗെയിനേഴ്സ് ആൻഡ് ഇറ്റ്സ് ഇൻഗ്രീഡിയൻസ്. എന്താണ് മാസ്ക് ഗെയിനർ അകത്തുള്ളത് എന്ന് നോക്കി കഴിഞ്ഞാൽ ഒറ്റ വാചകത്തിൽ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ലോഡ്സ് ഓഫ് ഷുഗർ, ലോഡ്സ് ഓഫ് കാർബ്സ് ആൻഡ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് പ്രോട്ടീൻ. ഇത് മൂന്നാണ് ഒരു മാസ്ക് ഗെയിനറിന്റെ മെയിൻ 3 ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഷുഗർ, പഞ്ചസാര, നിങ്ങൾക്ക് വീട്ടിൽ കിട്ടുന്ന സാധനം, എത്ര വേണമെങ്കിലും കൈയിട്ട് വാരി തിന്നാം. അത് കഴിക്കാനായിട്ട് നിങ്ങൾ 3000-4000 മുടക്കിയിട്ട് മാസ്കിനെ മേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ അരി ഭക്ഷണത്തിലും നിങ്ങളുടെ പുട്ടിലും ചോറിലും ചപ്പാത്തിയിലും ഓട്സിലും പഴത്തിലും ഫ്രൂട്ട്സിലും വെജീസിലൊക്കെയുള്ള കാർബ്സ്. സെക്കൻഡ് മെയിൻ ഇൻഗ്രീഡിയന്റ് ഓഫ് മാസ്ക് ഗെയിനർ. പിന്നെ കുറച്ച് പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് പേരിനൊരു പ്രോട്ടീൻ. ഒരു 50 ഗ്രാമിന്റെ ഒരു സ്കൂപ്പ് മാസ്ക് ഗെയിനർ എടുക്കുമ്പോൾ അതിലൊരു 10 to 15 grams ഓഫ് പ്രോട്ടീൻ. 3 കോഴിമുട്ട കഴിച്ചാൽ പോലും അതിൽ കൂടുതൽ പ്രോട്ടീൻ കിട്ടും. പിന്നെ എന്തിനാണ് നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ട് മാസ്ക് ഗെയിനർ മേടിക്കുന്നത്? ശരിക്കും മാസ്ക് ഗെയിനർ കഴിച്ചിട്ട് നിങ്ങൾക്ക് മസിൽസ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാനുണ്ട്. കാരണം ഒറ്റ നോട്ടത്തിൽ മാസ്ക് ഗെയിനർ ഒരു അടിപൊളി സംഭവമായിട്ട് തോന്നും. പേര് കേൾക്കുമ്പോൾ തന്നെ അത് ഭയങ്കര അട്രാക്റ്റീവ് ആണ്, ഭയങ്കര ക്യാച്ചിയാണ്. കാരണം മാസ്ക് ഗെയിനർ ഓക്കെ കഴിച്ചു കഴിഞ്ഞാൽ മാസ് ഗെയിൻ ആവും എന്നുള്ളൊരു ഹോപ്പിലാണ് പല ആൾക്കാരും ഇത് മേടിച്ച് കഴിക്കുന്നത്. ഇപ്പം മസിൽസ് ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രോട്ടീൻ ഈസ് റിക്വയർഡ്. ഈ 3 ഇൻഗ്രീഡിയൻസ്, ഷുഗർ ഡസൻറ്റ് ബിൽഡ് മസിൽസ്, കാർബ്സ് ഹെൽപ്പ് ബിൽഡിംഗ് മസിൽസിനെ ബിൽഡ് ചെയ്യുന്നതിൽ ഇൻഡയറക്ട്ലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു മാക്രോന്യൂട്രിയൻ ആണ് കാർബ്സ്. കാരണം കാർബ്സ് കഴിക്കുമ്പോൾ നമുക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു ഫ്യൂവൽ കിട്ടും, നമുക്ക് എനർജി കിട്ടും. മസിൽ ബിൽഡിംഗ് പ്രോസസ്സിലും കാർബ്സ് ചെറിയ രീതിയിൽ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മസിൽസ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ആ കാർബ്സ് ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രൂട്ട്സിലും പൊട്ടോട്ടോയിലും സ്വീറ്റ് പൊട്ടോട്ടോയിലും ബനാനയിലും റൈസിലും ഓട്സിലൊക്കെ ഉള്ളപ്പം പിന്നെ നിങ്ങൾ എന്തിനാണ് മാസ്ക് ഗെയിനറിലെ കാർബ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇൻഫാക്ട് പല സപ്ലിമെന്റ് കമ്പനീസും വളരെ ലോ ക്വാളിറ്റി കാർബ്സ് ആണ് ഈ മാസ്ക് ഗെയിനർ അകത്തോട്ട് അടിച്ചു കയറ്റിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റി കാർബ്സ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജീസും അല്ലെങ്കിൽ ഓട്സും ഒക്കെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് മാസ്ക് ഗെയിനർ മേടിച്ചിട്ട് ലോ ക്വാളിറ്റി കാർബ്സ് കൺസ്യൂം ചെയ്യുന്നത്? ഈ പ്രോട്ടീൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ തന്നെ 30 grams സ്കൂപ്പ് ഓഫ് വേ പ്രോട്ടീനിൽ 25 grams പ്രോട്ടീൻ കിട്ടുമ്പോൾ നിങ്ങൾ എന്തിനാണ് 10 ഗ്രാമോ 15 ഗ്രാമോ മാത്രം പ്രോട്ടീനുള്ള മാസ്ക് ഗെയിനർ മേടിച്ച് കഴിക്കേണ്ട ആവശ്യം? സോ മസിൽ ബിൽഡിംഗ് കോണ്ടെക്സ്റ്റിൽ മാസ്ക് ഗെയിനർ വലിയ കാര്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ തരുന്നില്ല. ഓൾ ഇറ്റ് ഡസ് ഈസ് ഗിവ് യു സം എക്സ്ട്രാ കാലറീസ്. മാസ്ക് ഗെയിനർ കഴിക്കുമ്പോൾ നമുക്കൊരു എക്സ്ട്രാ 700-800 കാലറി ശരീരത്തിന് കിട്ടും, വിച്ച് വിൽ ഓബ്വിയസ്ലി പുഷ് യുവർ ബോഡി ഇൻ ടു എ കാലറി സർപ്ലസ്. അപ്പോൾ കാലറി സർപ്ലസിൽ നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മളുടെ ബോഡീനെ കാലറി സർപ്ലസ് സ്റ്റേറ്റിലേക്ക് എത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. അല്ലാതെ നിങ്ങൾ കരുതുന്ന പോലെ ഇത് നിങ്ങളെ ഓരോ മസ്കുലർ ആക്കുക, നിങ്ങളുടെ ശരീരത്തിലേക്ക് കുറച്ച് മസിൽസ് ബിൽഡ് ആക്കിയോ ഒരു പ്രത്യേകതയും മാസ്ക് ഗെയിനറിനില്ല. പിന്നെ എന്തുകൊണ്ടാണ് മാസ്ക് ഗെയിനർ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു സപ്ലിമെന്റ് ആയത്? എല്ലാവരും ഇത് മേടിച്ച് കഴിക്കുന്നതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ദ നെയിം ഇറ്റ് സെൽഫ്, മാസ്ക് ഗെയിനർ എന്നുള്ള മാസ് എന്ന് പറഞ്ഞാൽ മാസ് ഈസ് ഈക്വൽ ടു മസിൽസ് എന്നാണ് ആൾക്കാർ വിചാരിക്കുന്നത്. പക്ഷേ ഇൻഫാക്ട് ഈ മാസ്ക് ഗെയിനർ മേടിച്ച് കഴിക്കുമ്പോൾ പല ആൾക്കാരും ഫാറ്റ് ആണ് ഗെയിൻ ചെയ്യുന്നത്, നോട്ട് മസിൽസ്. കാരണം ഓൾറെഡി ഒരു 15+ അല്ലെങ്കിൽ ഒരു 20+ ബോഡി ഫാറ്റ് ഉള്ള ആൾക്കാരാണ് മാസ്ക് ഗെയിനർ പലപ്പോഴും മേടിച്ച് കഴിക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. ഒരു ബൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കണ്ടീഷനിലായിരിക്കില്ല. പല ആൾക്കാർക്കും എപ്പോഴാണ് ബൾക്ക് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ബൾക്ക് ചെയ്യേണ്ട ടൈം അല്ലെങ്കിൽ ബൾക്ക് ചെയ്യേണ്ട കണ്ടീഷൻ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രീംലി ലീൻ ആണ്, 6 to 8% അല്ലെങ്കിൽ 10% താഴെയാണ് നിങ്ങളുടെ ബോഡി ഫാറ്റ് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് വളരെ സ്കിന്നി ആയിട്ടുള്ള വളരെ മെലിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് അവർക്ക് വേണമെങ്കിൽ കുറച്ച് ബൾക്ക് ചെയ്യാം. അവർക്ക് കുറച്ച് സൈസ് ആവാനായിട്ട്, ഫിസിക്കിന് കുറച്ച് സ്ട്രെങ്ത് വരാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു അപ് ടു ഒരു 12% ബോഡി ഫാറ്റിലേക്ക് എത്തുന്നവരെ അവർക്ക് വേണമെങ്കിൽ ബൾക്ക് ചെയ്യാം. ദേ ക്യാൻ കൺസ്യൂം മാസ്ക് ഗെയിനർ ടു ഹാവ് സം മോർ എക്സ്ട്രാ കാലറീസ് സോ ദാറ്റ് ദേ ക്യാൻ ഗെയിൻ സം വെയിറ്റ്. മാസ്ക് ഗെയിനർ ഈസ് ആക്ച്വലി എ വെയിറ്റ് ഗെയിനർ. നിങ്ങൾക്ക് കുറച്ച് തൂക്കം കൂട്ടാം, കാരണം നിങ്ങൾ കുറച്ച് എക്സ്ട്രാ കാലറി ഒരു 1 സ്കൂപ്പ് കഴിക്കുമ്പോൾ 700-800 കാലറി. ഇൻഫാക്ട്
700-800 കാലറി കിട്ടാനായിട്ട് നിങ്ങളൊരു 3 സ്പൂൺ പീനട്ട് ബട്ടർ മേടിച്ച് കഴിച്ചാലും മതി. അതിന് മാസ് ഗെയിനർ മേടിച്ച് കഴിക്കണമെന്നില്ല. കുറച്ച് കാലറി നിങ്ങൾ കൂടുതൽ കഴിക്കുമ്പം ഒബ്വിയസ്ലി നിങ്ങളുടെ ശരീരത്തിന് കുറച്ച് കൂടുതൽ സർപ്ലസ് കാലറീസ് കിട്ടി കുറച്ച് എക്സ്ട്രാ വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ്സ് ഇറ്റ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ് ഗെയിനർ മേടിച്ച് കഴിക്കുന്ന പല ആൾക്കാരും ഈ പറഞ്ഞ 6% 8% ബോഡി ഫാറ്റ് ഉള്ളവരല്ല. ഓൾറെഡി 15+ ബോഡി ഫാറ്റ് ഉള്ള ആൾക്കാരാണ് മാസ് ഗെയിനർ മേടിച്ച് കഴിക്കുന്നത്. ലീൻ അല്ലാത്ത അത്യാവശ്യം സൈസുള്ള ആൾക്കാർ പിന്നെയും സൈസ് ആവും എന്ന് കരുതിയിട്ടാണ് മാസ് ഗെയിനർ മേടിച്ച് കഴിക്കുന്നത്. പക്ഷെ അവർ കുറച്ച് വെയിറ്റ് ഗെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്, വിച്ച് വിൽ ബി മോസ്റ്റ്ലി ഫാറ്റ്. സോ മസിൽസ് ഗെയിൻ ചെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങൾ മേടിച്ച് കഴിക്കുന്ന മാസ് ഗെയിനർ പലപ്പോഴും നിങ്ങളെ കൊണ്ട് ഫാറ്റ് ആണ് ഗെയിൻ ചെയ്യിക്കുന്നത്, നോട്ട് മസിൽസ്. അപ്പോൾ ഈ മാസ് ഗെയിനർ എന്നുള്ളൊരു പേര് കണ്ടിട്ട് നിങ്ങൾ അതിന്റെ പുറകെ പോകാതിരിക്കുക. മാസ് ഗെയിനർ എന്നുള്ള പേര് ആ കമ്പനീസ് അല്ലെങ്കിൽ ബ്രാൻഡ്സ് കൊടുത്തിട്ടുള്ളത് ഒബ്വിയസ്ലി അവർക്ക് ആ പ്രൊഡക്റ്റ് അട്രാക്റ്റീവ് ആക്കാനും അത് ആൾക്കാർക്ക് കേൾക്കുമ്പോൾ അങ്ങനെ ഒരു ഇല്യൂഷൻ വരാൻ വേണ്ടിയിട്ടാണ്. മാസ് ഗെയിനർ കഴിച്ചതിന്റെ പേരിൽ നിങ്ങൾ മസിൽ പുട്ട് ഓൺ ചെയ്യും, ബോഡി ഭയങ്കര മസ്കുലർ ആവും എന്നുള്ള യാതൊരു ഹോപ്പും വേണ്ട. ബോഡി മസ്കുലർ ആണോ, യു ഹാവ് ടു വർക്ക് ഔട്ട് ഹാർഡ് ഇൻ ദ ജിം ഫോർ ലോങ് ഇയേഴ്സ്, ലൈക്ക് 4 to 5 years നിങ്ങൾ വർക്ക് ഔട്ട് ചെയ്ത് അതിനനുസരിച്ചുള്ള പ്രോട്ടീനും സപ്ലിമെന്റേഷനും ന്യൂട്രീഷനും ഓൺ പോയിന്റ് ആക്കി വെക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് മസിൽസ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അല്ല 2-3 മാസം മാസ് ഗെയിനർ മേടിച്ച് കഴിച്ചുകൊണ്ട് ഒരു മിറാക്കിൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട. കൂടിപ്പോയാൽ സംഭവിക്കാൻ പോകുന്നത് മാസ് ഗെയിനർ കഴിച്ച് നിങ്ങളുടെ ബോഡി കാലറി സർപ്ലസിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് വെയിറ്റ് ഗെയിൻ ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. ആ ഗെയിൻ ചെയ്യുന്ന വെയിറ്റ് പലപ്പോഴും ഫാറ്റ് ആയിരിക്കും. അങ്ങനെ മാസ് ഗെയിനർ കഴിച്ചിട്ട് മാസാവാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രോ ബോഡി ബിൽഡേഴ്സിനും ഈ മാസ് ഗെയിനർ മേടിച്ച് കഴിച്ചാൽ പോരെ. ഈ ക്രിസ് ബംസ്റ്റഡിനും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പോപ്പുലർ ബോഡി ബിൽഡേഴ്സ് അവരൊക്കെ മാസ് ഗെയിനേഴ്സ് മേടിച്ച് കഴിച്ചിട്ടാണ് ഈ മസിൽസ് പുട്ട് ഓൺ ചെയ്യുന്നതാണ് നിങ്ങളുടെ കാര്യം. അവര് പ്രോട്ടീന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് അനിമൽ പ്രോട്ടീൻ, ഡയറി പ്രോഡക്ട്സ് അല്ലെങ്കിൽ വേ പ്രോട്ടീൻ. നിങ്ങൾ ഇവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്ക്, നിങ്ങൾ ചേട്ടാ നിങ്ങൾ മാസ് ഗെയിനർ കഴിച്ചിട്ടാണോ കോമ്പറ്റീഷൻ ഇറങ്ങുന്നത്? ക്രിസ് ബംസ്റ്റഡ്, കനേഡിയൻ ബോഡി ബിൽഡർ, 6 times മിസ്റ്റർ ഒളിമ്പ്യ, പുള്ളി കാപ്സ് കിട്ടാനായിട്ട് കഴിക്കുന്നത് നമ്മളുടെ സ്വന്തം ബസ്മതി റൈസ് ആണ്, മാസ് ഗെയിനർ അല്ല. അപ്പം മാസ് ഗെയിനർ കഴിച്ചിട്ട് യാതൊരു കാര്യമില്ലേ? ചില ആൾക്കാർക്ക് ഉപകാരപ്പെടും. എക്സ്ട്രീംലി ലീൻ ആയിട്ടുള്ള ഒരു ബിലോ 10% ബോഡി ഫാറ്റ് ഉള്ള ആൾക്കാർ, ശരീരത്തിൽ എന്ത് കഴിച്ചു കഴിഞ്ഞാലും പിടിക്കാത്ത ആൾക്കാരുണ്ടല്ലോ, കുറച്ച് വെയിറ്റ് പുട്ട് ഓൺ ചെയ്യാനായിട്ട് അവരൊരു ബോഡി ഫാറ്റ് പെർസെന്റേജ് ഒരു 12% ഒക്കെ എത്തുന്നവരെ ഒന്ന് ബൾക്ക് ചെയ്യാനായിട്ട് ഈ ഹെൽപ്ഫുൾ. പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് കുത്തിയിരുന്ന് ഒരുപാട് ഭക്ഷണം കഴിക്കാനായിട്ട് താല്പര്യമില്ലാത്ത ആൾക്കാർ, ഒരുപാട് ഭക്ഷണം കഴിക്കാനായിട്ട് സമയമോ അതിനുള്ള താല്പര്യമോ അതിനുള്ള ഒരു അപ്പറ്റൈറ്റ് വിശപ്പോ ഇല്ലാത്ത ആൾക്കാർക്ക് മാസ് ഗെയിനർ വിൽ ബി ഹാൻഡി. കാരണം ഇത് കഴിക്കാനായിട്ട് വളരെ കൺവീനിയന്റ് ആണ്. യു ജസ്റ്റ് നീഡ് എ ഗ്ലാസ് ഓഫ് വാട്ടർ, അതിൽ നമ്മളൊരു സ്കൂപ്പ് ഇട്ട് കലക്കി നമുക്ക് കുടിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് പരിപാടി ചെയ്യും. ക്യാൻ ഹാവ് ലൈക്ക് 700-800 കാലറീസ് ഇൻ എ മാറ്റർ ഓഫ് 5 minutes. നേരെ മറിച്ച് നിങ്ങളൊരു 700-800 കാലറി ഫുഡിൽ നിന്ന് കഴിക്കാനായിട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 1/2 കിലോ ചോറ് കഴിക്കേണ്ടി വരും ഈ പറഞ്ഞ 700-800 കാലറി കിട്ടാനായിട്ട്. സോ 1/2 കിലോ ചോറ് ഒറ്റയിരിപ്പിന് കഴിക്കുന്നതിനേക്കാളും വളരെ ഈസി ആയിട്ടുള്ള പരിപാടി ഒരു 1 scoop ഓഫ് മാസ് ഗെയിനർ കഴിക്കുന്നതാണ്. സോ ഇറ്റ്സ് ഈസി, ഇറ്റ്സ് കൺവീനിയന്റ്, ഇറ്റ്സ് ഫാസ്റ്റ്. അത്രേ ഉള്ളൂ. അല്ലാതെ ഇത് കഴിച്ചതിന്റെ പേരിൽ നിങ്ങളുടെ ശരീരത്തിൽ കുറെ മസിലൊന്നും വരുന്നത് സ്വപ്നം കണ്ടിട്ട് വെറുതെ കിടന്നുറങ്ങണ്ട. ഇറ്റ് ഡസന്റ് വർക്ക് ദാറ്റ് വേ. അതല്ല എനിക്ക് എങ്ങനെയെങ്കിലും തടി വെച്ചാൽ മതി, അതിപ്പോ ചാളത്തടി ആയാലും കുഴപ്പമില്ല, വയറ് ചാടിയാലും കുഴപ്പമില്ല, എനിക്കൊന്ന് തീർത്താൽ മതി എന്നുണ്ടെങ്കിൽ ഓക്കെ മാസ് ഗെയിനർ ആവാം. പക്ഷെ നിങ്ങളൊരു എസ്തെറ്റിക് ഫിസിക്കാണ് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ശരീരം കാണാനായിട്ട് ഭംഗി ഉണ്ടാക്കണം, നിങ്ങളുടെ ശരീരം ഷേപ്പിലിരിക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മാസ് ഗെയിനർ വിൽ നോട്ട് ബി ദ റൈറ്റ് ചോയ്സ് ഫോർ യു. അപ്പൊ പിന്നെ മാസ് ഗെയിനർ കഴിക്കാനായിട്ട് പാടില്ല വെച്ച് കഴിഞ്ഞാൽ വേറെ എന്താണ് കഴിക്കേണ്ടത്? വാട്ട് ഈസ് ദ ബെറ്റർ ഓപ്ഷൻ? ജസ്റ്റ് ഹാവ് എ ക്വാളിറ്റി വേ പ്രോട്ടീൻ. കാരണം വേ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരു സ്കൂപ്പിൽ വെറും 120 കാലറീസ് ഏകദേശം അത്രേ ഉണ്ടായിരിക്കുള്ളൂ. ആൻഡ് ഔട്ട് ഓഫ് 30 grams യു വിൽ ഹാവ് 25 grams ഓഫ് പ്രോട്ടീൻ. അപ്പോൾ 30 ഗ്രാമിൻ്റെ സ്കൂപ്പിൽ നിന്ന് 25 ഗ്രാം പ്രോട്ടീനും വെറും 120 കാലറി ഉള്ള ഒരു സപ്ലിമെന്റ് ആണോ, അതോ ഒരു സ്കൂപ്പിൽ വെറും 10-15 ഗ്രാം പ്രോട്ടീനും 700-800 കാലറി ഉള്ള ഒരുപാട് കാപ്സും ഒരുപാട് ഷുഗർ ഉള്ള ഒരു സപ്ലിമെന്റ് ആണോ? വിച്ച് ഡു യു തിങ്ക് വിൽ ബി ബെറ്റർ ഫോർ യുവർ ഫിസിക്? സോ പ്രോട്ടീൻ കിട്ടാനായിട്ട് നിങ്ങൾ ഒരു സപ്ലിമെന്റ് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഷുഡ് ബി വേ പ്രോട്ടീൻ. പ്രോട്ടീന് വേണ്ടിയിട്ട് നിങ്ങൾ സപ്ലിമെന്റ് കഴിക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. യു ക്യാൻ ഹാവ് ഇറ്റ് ഫ്രം റിയൽ ഫുഡ്. നിങ്ങൾക്ക് റിയൽ ഫുഡ് കഴിക്കാനുള്ള സമയമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ആക്സസ് ഇല്ല വെച്ച് കഴിഞ്ഞാൽ ഗോ ഫോർ എ വേ പ്രോട്ടീൻ. മാസ് ഗെയിനർ ഇസ് നോട്ട് എ പ്രോട്ടീൻ സോഴ്സ്, ഇറ്റ്സ് എ കാർബ് സോഴ്സ്. നിങ്ങൾക്ക് കാർബ്സ് നല്ല രീതിയിൽ കൺസ്യൂം ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ ഹാവ് മാസ് ഗെയിനർ. പ്രോട്ടീന് വേണ്ടിയിട്ട് മാസ് ഗെയിനർ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. അപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്ന ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ മസിൽസ് ബിൽഡ് ചെയ്യാനായിട്ട് നമ്മൾ ബൾക്ക് ചെയ്യേണ്ട, നമ്മൾ സൈസ് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബൾക്ക് ചെയ്താലേ സൈസ് ആവാൻ പറ്റുള്ളൂ. മസിൽസ് ബിൽഡ് ചെയ്യാനോ സൈസ് ആവാനോ നിങ്ങൾ ബൾക്ക് ചെയ്യണം എന്നൊരു യാതൊരു നിർബന്ധമില്ല. യു ക്യാൻ ബിൽഡ് മസിൽസ് ഇൻ എ കാലറി ഡെഫിസിറ്റ്, യു ക്യാൻ ബിൽഡ് മസിൽസ് ഇൻ എ മെയിൻ്റനൻസ് കാലറി. കാലറി സർപ്ലസിൽ ഭക്ഷണം കഴിച്ച് സൈസ് പുട്ട് ഓൺ ചെയ്ത് ബൾക്ക് ചെയ്ത് സീസൺ ആകുമ്പോൾ അതിനൊക്കെ കട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് പ്രോ ബോഡി ബിൽഡേഴ്സ് ചെയ്യുന്ന ഒരു ഗെയിമാണ്. നല്ലപോലെ ബൾക്ക് ചെയ്ത് ഡേർട്ടി ബൾക്കിംഗ് ഒക്കെ ചെയ്ത് ഒരുപാട് ഫുഡൊക്കെ വലിച്ചു വാരി കഴിച്ച് കുറേ സൈസ് പുട്ട് ഓൺ ചെയ്തിട്ട് എന്നിട്ട് സീസൺ വരുമ്പോൾ അവർ കുറേ ഫാറ്റ് ബേണേഴ്സും കുറേ സ്റ്റെറോയിഡൊക്കെ അടിച്ച് കെട്ടിയിട്ട് കംപ്ലീറ്റ്ലി ഷെഡഡ് ആയി ലീൻ ആയിട്ട് അവർ സ്റ്റേജിൽ കയറിയിരിക്കും. അത് കണ്ടിട്ട് നാച്ചുറൽ ആയിട്ട് ബോഡി ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാൾ കുറേ മാസ് ഗെയിനറോ അല്ലെങ്കിൽ കുറേ ഫുഡൊക്കെ വലിച്ചു വാരി കഴിച്ചിട്ട് സൈസ് ആവാൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ വയറ് ചാടും എന്നല്ലാതെ ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. ദ സൈസ് യു ഗെയിൻ, ദ വെയിറ്റ് യു ഗെയിൻ ഷുഡ് ബി മസിൽസ്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മെജോറിറ്റി ഷുഡ് ബി മസിൽസ്.
കുറെ ഫാറ്റ് നിങ്ങളുടെ ശരീരത്തിൽ കയറിയിട്ട് എന്താ കാര്യം? ക്വാളിറ്റി മസിൽസ് ആണ് നിങ്ങളുടെ ശരീരത്തിലേക്ക് ഫിസിക്കിലേക്ക് ആഡ് ചെയ്യേണ്ടത്. വെറുതെ കുറെ ഫാറ്റ് കയറ്റാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. കുറെ ജങ്ക് ഫുഡും കുറെ പിസ്സയും കുറെ ബർഗറും ഒക്കെ ഓർഡർ ചെയ്തിട്ട് വാങ്ങിച്ച് കഴിച്ചാൽ പോരെ? നിങ്ങൾ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആളാണ്, കുറച്ച് ഫാറ്റിൽ നല്ല മസ്കുലർ ആയിട്ട് നിങ്ങളുടെ ബോഡി കാണാനായിട്ട് ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മാസ്ക് ഗെയിനർ ഈസ് നോട്ട് ദ റൈറ്റ് പ്രോഡക്റ്റ് ഫോർ യു. നിങ്ങൾ നാച്ചുറൽ ആയിട്ട് ബോഡി ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡയറ്റ് പ്ലാൻ, നിങ്ങൾ എത്ര കാലറി കഴിക്കുന്നു, നിങ്ങൾ എത്ര പ്രോട്ടീൻ കഴിക്കുന്നു, ഇതെല്ലാം മെറ്റിക്കുലസ്ലി പ്ലാൻ പ്ലസ് കഴിക്കുന്ന വെച്ചാൽ തന്നെ നിങ്ങൾ വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 200-300 കാലറി സർപ്ലസ് ഈസ് മോർ ദൻ ഇനഫ്. വെയിറ്റ് ഗെയിൻ ചെയ്യാനും മസിൽസ് ബിൽഡ് ചെയ്യാനും ഒക്കെ ധാരാളമാണത്. ഇനി നിങ്ങൾ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, മസിൽസ് മാത്രം ആഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ ഈറ്റ് ഇൻ എ മെയിൻ്റനൻസ്. നിങ്ങൾ കാലറി കൂട്ടി കഴിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾക്ക് മെയിൻ്റനൻസ് കാലറിയിൽ നിന്നിട്ട് നല്ല രീതിയിൽ മസിൽസ് ബിൽഡ് ചെയ്യാൻ പറ്റും. സർപ്ലസിൽ കഴിച്ചാലേ മസിൽസ് ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ള യാതൊരു തെറ്റിദ്ധാരണയും വേണ്ട. സർപ്ലസിൽ കഴിച്ചാൽ മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റും, പക്ഷെ അതിന് കൂടെ ഫാറ്റും കയറും. ആ ഫാറ്റ് പിന്നെ നിങ്ങൾ കട്ട് ചെയ്യാൻ നടക്കണം. അതിനേക്കാളും പ്രാക്ടിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് ഈറ്റ് ഇൻ എ മെയിൻ്റനൻസ് ആൻഡ് ആഡ് മസിൽസ്. സോ കാപ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ വെറുതെ പൈസ കളയാതിരിക്കുക. നിങ്ങളുടെ പൈസ പ്രോട്ടീന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക. കാപ്സ് കിട്ടാനായിട്ട് യാതൊരു പാടില്ല, അത് കാശ് കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വീട്ടിൽ ഡെയിലി ഇരുന്ന് കഴിക്കുന്ന ചോറിലും ചപ്പാത്തിയിലും പുട്ടിലും ദോശയിലും ഇഡ്ഡലിയിലെല്ലാം ഇഷ്ടം പോലെ കാപ്സ് ഉണ്ട്. എന്തിനാണ് നിങ്ങൾ കാശ് കൊടുത്ത് മേടിക്കുന്നത്? ആ കാശ് സ്പെൻഡ് ഫോർ പ്രോട്ടീൻ അല്ലെങ്കിൽ ക്രിയാറ്റിൻ. പലർക്കും ഒരു തെറ്റിദ്ധാരണ വെച്ചാൽ ജിമ്മിൽ പോയി തുടങ്ങി കഴിഞ്ഞാൽ, ജിമ്മിലേക്ക് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വാരി വലിച്ച് ഭക്ഷണം കഴിക്കണം. നല്ലോണം ഭക്ഷണം കഴിച്ചാലേ മസിൽസ് വരുള്ളൂ. ജിമ്മിൽ പോകുന്ന ഒരു ആനയെ പോലെ കഴിക്കണം, കുതിരയെ പോലെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് കുറെ ആൾക്കാരുണ്ട്. ഇതും കേട്ട് കുത്തിയിരുന്ന് ഭക്ഷണം കഴിച്ച് വയറും ചാടി 2-3 മാസം കഴിയുമ്പോൾ ഇതേ ആൾക്കാർ നമ്മുടെ അടുത്ത് വരും, ആശാനെ ഒന്ന് കട്ട് ചെയ്യണം, വയറൊന്ന് കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ട്. ഒരു വയറില്ലാത്ത, ഒരു കുഴപ്പമില്ലാത്ത നല്ലൊരു ഫിസിക്കായിട്ട് വന്നിട്ടുള്ള ആൾക്കാരായിരിക്കും ഈ മറ്റുള്ളവർ പറയുന്നിട്ട് വാരി വലിച്ച് ആനേനെ പോലെയും കുതിരേനെ പോലെയും തിന്നിട്ട് വയറും ചടിച്ചിട്ട് വരുന്നത്. വല്ല ആവശ്യമുണ്ട് ഇതിൻ്റെയൊക്കെ? സോ മാസ്ക് ഗെയിനർ കഴിച്ചെങ്കിൽ എന്തൊക്കെ നടക്കുന്നു എന്തൊക്കെ നടക്കില്ല എന്നും ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലെ ഏതെങ്കിലും ഒരു സപ്ലിമെന്റിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ഡൗൺ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഡേ.